ശ്രീനിവാസ പൈ സാർ, നമസ്കാരം. നമസ്കാരം. ഈ ഒരു ജാതി ജാതകം സിനിമ കണ്ടായിരുന്നോ? ഓ, തീർച്ചയായിട്ടും. എന്താണ് ആ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം? ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് കാണണമെന്ന് തോന്നി. മക്കളുമായിട്ട് പോയാണ് കണ്ടത്. അത് ആദ്യം നമ്മൾ കാണുമ്പോൾ ഇതെന്താണ് ഇതിന്റെ കഥ എന്ന് മനസ്സിലാകുന്നില്ല. അതിനകത്ത് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, ഒരു കഥാപാത്രം എന്ന് പറയുന്ന അതിനകത്തൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് അതിലെ കഥാപാത്രം, അല്ലേ? അതെ. അതിലെ വിനീത് ശ്രീനിവാസനോ അല്ലെങ്കിൽ മറ്റേ ബാബു ആന്റണി സാറോ ഒന്നുമല്ല. അതിലെ കഥാപാത്രം എന്ന് പറയുന്ന വേറൊരു മിക്കവരുടെയും ജീവിതങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇത് എനിക്കറിയാവുന്നത് ഇങ്ങനത്തെ ജാതകം ഗുരുവിന്റെ കൂടെ ഉള്ളപ്പോ 2 ജാതകം കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജാതകത്തിൽ ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവും നമ്മളൊരു സ്വവർഗാനുരാഗിയാണെങ്കിൽ അത് നമ്മുടെ ജാതകത്തിൽ ഉണ്ടാവും? ഉണ്ടെന്ന് തീർത്ത് പറയാം, എന്റെ അറിവ് വെച്ച് തീർത്ത് പറയാൻ പറ്റില്ല. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് വെച്ച് അറിയാൻ പറ്റും. അതില് ഒരാള് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കല്യാണം നടത്താനായിട്ട് അച്ഛനമ്മമാര് ശ്രമിക്കുന്നു. ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. മനസ്സിലായോ? ഇദ്ദേഹം നല്ലൊരു എഡ്യൂക്കേറ്റഡ്, എനിക്ക് പറയാൻ പറ്റുകയില്ല ഇപ്പൊ ആരാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇപ്പൊ അദ്ദേഹത്തിന് വയസ്സ് കുറയായി. അപ്പൊ ഇത് വന്നിട്ട് പിന്നെ അദ്ദേഹം എന്നെക്കാളും ഒരു 10 വയസ്സിന് വ്യത്യാസമുള്ള ആളാണ്, 10 വയസ്സിന് മേല്. അപ്പോൾ ഞാൻ ആ ഒരു ഇത് വെച്ച് തന്നെ അദ്ദേഹത്തെ ഡീല് ചെയ്ത് ഒരു വിവാഹം കഴിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ വേദാന്തങ്ങളുണ്ടല്ലോ, ഭഗവത്ഗീത, അതിലൊക്കെ ആ ഒരു രീതിയിൽ. അപ്പോൾ വീട്ടുകാർക്കും തോന്നി ഇദ്ദേഹം സന്യാസ ജീവിതം ഇദ്ദേഹം തിരഞ്ഞെടുക്കുന്നുള്ള ഒരു പേടി വന്നു. മനസ്സിലായ? അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ ഈ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു കൊടുത്തു, പറഞ്ഞു മനസ്സിലായി. കാര്യം എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണയമ്പ്രാന്തി തിരുമേനിയിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങൾ അത് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തു. വിവാഹം കഴിച്ചില്ലെങ്കിൽ വരുന്ന കാര്യം എന്താണ്. പിന്നെ ഈ ഗുരുവിൻ്റെ അടുത്ത് വന്ന ആദ്യം ഒരാളൊരു പ്രശ്നമായിട്ട് വന്ന അദ്ദേഹം എപ്പോഴും നോക്കുന്ന മുജ്ജന്മത്തിലെ എന്തെങ്കിലും കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു ഹിപ്നോതെറാപ്പിസ്റ്റിനോട് പോയാലും അവരും പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് പോകുന്നു. മനസ്സിലായ? ഇത് 40-45 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ശിക്ഷാകുമ്പോൾ അദ്ദേഹം ഇത് നോക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. പിന്നെ 21ാം നൂറ്റാണ്ടിലാണ് മുജ്ജന്മം നോക്കിക്കൊണ്ടിരിക്കണത്. ഒന്നും പറയാനും പറ്റില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് ലോകം സീരിയസ് ആയിട്ട് എടുത്ത ഒരു വിഷയമായി, അല്ലേ? അപ്പൊ അങ്ങനെ വന്നു. അദ്ദേഹം പിന്നെ വിവാഹം കഴിച്ചു, വിവാഹിതനെ. പിന്നെ അടുത്ത ഒരാള് ഇതുപോലെ തന്നെയാണ്, വിവാഹിതനാകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇദ്ദേഹം വിവാഹിതനാകാൻ പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുപോകുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്നവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം നടക്കുന്നു. മനസ്സിലായ? അപ്പോ എന്താണ് സാധാരണ ഒരു ഇത് നടക്കണമെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഓജസ്സും തേജസ്സും വേണം, അല്ലേ? അപ്പൊ ഈ വിഷവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അമുക്കുരം. അമുക്കുരം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അപ്പോൾ ഓരോ മരുന്നും തിരുമേനി പറയും ഇതെന്താണ് ഇതിന്റെ ഉപയോഗം. ഈ അമുക്കുരം എന്ന് പറയുന്നത് നമുക്ക് ഓജസ്സും തേജസ്സും വരികയാണ്. ഒരു പുരുഷന് ഓജസ്സും തേജസ്സും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ലൈംഗിക വാസനകൾ ഉണരുകയും. മനസ്സിലായി? അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇതൊരു നല്ല മരുന്നാണ്, മുഖകാന്തി വരും. മനസ്സിലായി? എന്നെന്ന് പറഞ്ഞ് ഇത് ഞാൻ കൊടുത്ത്. ഇപ്പൊ ഈ ചേട്ടൻ അത് കാണുന്നുണ്ടാകും എന്റെ ഇന്റർവ്യൂ. അദ്ദേഹം കല്യാണം കഴിച്ച് കുട്ടിയായി. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, പയ്യെ താൻ എന്ത് മരുന്നാണോ എനിക്ക് തന്നതെന്ന് പറഞ്ഞു ചോദിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അല്ലല്ലോ, അത് ഭയങ്കര പ്രശ്നമാകുന്നു. മനസ്സിലായ? അതിന്റെ ലൈംഗിക ചേതന ഉണർത്തും ഇത്. ആ മരുന്നിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഇതിലും വന്ന് ആരും കുരുകൊട്ടിയിട്ട് കാര്യമില്ല, അറിയാവുന്ന വൈദ്യന്മാരോട് ചോദിക്കുക. അപ്പോ അത് വന്നിട്ട് അദ്ദേഹവും കല്യാണം കഴിച്ച് നല്ലൊരു. അതില് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജശുദ്ധീകരണം നടക്കും. പിന്നെ ഭയങ്കര ബ്രില്യന്റ് ആയ കുട്ടിയാണ്, ഒരു പ്രൊഫഷണൽ കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെത്. മനസ്സിലായി? അങ്ങനെ പിന്നെ ഇത് വന്ന ഒരു 3 വർഷം മുമ്പ് ഉള്ള സംഭവമാണ്. ഇത് വിവാഹം കഴിക്കാത്ത ആൾക്കാരുടെ ഒരു പ്രശ്നമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ഇണ, അതിനകത്തും അത് തന്നെയാണ്, അല്ലേ? നായകൻ അവന് പറ്റിയ ഇണയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. പിന്നെ ഒരു ഘട്ടം വരുമ്പോഴാണ് ഇത് ട്വിസ്റ്റ് ആകുന്നത്. സംഭവം ട്വിസ്റ്റ് ആകുന്ന പിന്നെ ഒരു കഥ ഇതിലാണ്. അപ്പോ വേറൊന്ന് പറയാം, ഈ സ്വവർഗാനുരാഗികളായിട്ട് കുട്ടികളായ ആൾക്കാരറിയാം, ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. മനസ്സിലായി? ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, അത് അധ്യാപന രംഗത്തും അല്ലാണ്ടും എല്ലാം ഉള്ള ആൾക്കാരെ അറിയാം. കാര്യം ഇവരുടെ ഇത് മാറ്റാനായിട്ട് തിരുമേനിയോട് വന്ന് പൂജകളൊക്കെ ചെയ്യും. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. കാര്യം അവരുടെ ഇന്നർ ഇതിലുള്ള ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നൊക്കെ അവരെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയാൽ അത് പോകുമായിരിക്കും. മനസ്സിലായി? ചിലപ്പോ ഇത് സ്വവർഗാനുരാഗം മാറ്റാൻ പറ്റുമെന്നാണോ? സ്വവർഗാനുരാഗം ഒരു പക്ഷേ. കാര്യം ഞാൻ ഹിപ്നോട്ടിസം ക്ലാസ്സിന് പോയെന്ന് പറഞ്ഞില്ലേ, ഹിപ്നോട്ടിസം ക്ലാസ്സിന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ചില ഹാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
ഇത് ചെയ്ത് മാറ്റി, ഹിപ്നോട്ടൈസ് ചെയ്ത് സജഷൻ കൊടുത്ത് അദ്ദേഹം മാറ്റി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തെ യൂസ് ചെയ്തു. ഒരു പുരുഷൻ ആ 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സ് അവന് അതെന്താണെന്ന് തിരിച്ചറിവ് വരുന്ന പ്രായത്തിൽ അവനെ അത് യൂസ് ചെയ്ത് അവനിൽ ആനന്ദം വരുത്തി. മനസ്സിലായി? അത് വരുമ്പോ പിന്നെ അതാണ് ജീവിതം എന്ന് അവൻ തോന്നി. മനസ്സിലായി? അതാണ് ജീവിതം എന്ന് തോന്നിയിട്ട് അത് വന്നിട്ട് അദ്ദേഹത്തെ മാറ്റി. ഈ ഞാൻ പറഞ്ഞ സാറ്, ഞാൻ ഇതിൽ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ആരാണ് ആളെന്നും നമ്പരെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത് സത്യസന്ധമാണെന്നറിയാം. അദ്ദേഹം അത് മാറ്റിയ കേസുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ആ മനസ്സിലെ ഒരു ട്രോമയാകാം ഇത്. ഈ പറഞ്ഞ കേസിൽ ആ മനസ്സിലെ ട്രോമയാകും. പിന്നെ വന്നൊരു 3 വർഷം മുമ്പ്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ആസ്ട്രോളജി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ സജീവമായിരുന്നു സംസാരിക്കാനായിട്ട്. അങ്ങനെയാണ് അവർ കോണ്ടാക്ട് ചെയ്ത്. ആ വ്യക്തി കേരളത്തിന് പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. കുട്ടി പ്രത്യേക ഇതിലാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, അങ്ങനെ ഇതാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സംസാരിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ച് ആ വ്യക്തിയെ ആരാണ് ഇങ്ങനെ കാണിക്കുന്നത്, ബേസിക് എന്താണോ അവരുടെ ശരീരം, അതിന് വ്യത്യസ്തമായ രീതിയിൽ ഡ്രസ്സിങ് പാറ്റേൺ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വ്യക്തിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഇങ്ങനെ ഒരു കോള് വന്നാൽ ഇവർ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സങ്കല്പ ശക്തിയാണെന്ന് വർക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനലിന്റെ പുറകെ വന്ന് ഈ വ്യക്തി നോക്കി. രക്ഷകർത്താവ് സംസാരിക്കുമ്പോൾ എനിക്കറിയില്ല, പുറകെ വന്നിങ്ങനെ ആരാണെന്ന് എത്തി നോക്കി. അപ്പൊ ഞാനിങ്ങനെ ഈ വ്യക്തിയെ കാണണം എന്നുള്ള സങ്കല്പം തീവ്രമായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വന്ന് നോക്കി ഇവർക്ക്, ഞാൻ ചോദിച്ചാൽ അത് ആരാണ് ജനലിങ് നോക്കണം, ആ പറഞ്ഞ കുട്ടിയാണെന്നത്. മനസ്സിലായോ? ഇതെങ്ങനെ അവർക്ക് തന്നെ അതിശയം തോന്നി. ഇവര് ഒരു ഫോൺ ബെല്ലടിച്ചാൽ, കോളിംഗ് ബെല്ല് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിനും ഒന്നും പോകുന്നില്ല. എന്നിട്ട് +2 മറ്റോ പഠിക്കുന്ന കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ്സിനും ഒന്നും പോകുന്നില്ല. ആരെങ്കിലും ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാതിലടച്ചിരിക്കും. അതുപോലെ ഇവര് ഭക്ഷണമൊക്കെ വാതുക്കെ വെക്കുകയാണ്. മനസ്സിലായി? അത്ര. പക്ഷെ ആ കുട്ടി ഇത് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരു സോൾ പ്രസൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അവരും നോക്കിയിട്ട് സോൾ പ്രസൻസ് ആണ്, ഇത് സോൾ പ്രസൻസ് ആണ്. പക്ഷെ സോൾ പ്രസൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്ന് ഇത് ചെയ്യണ്ടേ, അതിനെന്തെങ്കിലും ഇത് ചെയ്യാനായിട്ട് ആ കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നോക്കാം, ഇത് ചെയ്യാന്ന് പറഞ്ഞു. ഏതായാലും നമ്മളൊരു സങ്കല്പം കൊടുത്തപ്പോൾ ആ കുട്ടി ജനലിംഗ വന്നല്ലോ. അപ്പൊ ഇതെന്തെങ്കിലും അത് ചാൻസ് ആണ്. കാര്യം ആ കുട്ടി അറിയാണ്ട് വേറൊരു സ്വാധീനം വരുന്നതാണ്. ഒരു പക്ഷേ ഒരു നല്ല ഹിപ്നോതെറാപ്പിസ്റ്റിനൊക്കെ അത് മാറ്റാൻ പറ്റും. അപ്പൊ നല്ലൊരു സോൾ പ്രസൻസ് എന്ന് പറഞ്ഞാലും മൈൻഡിൽ ഇത് കൊടുത്തിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം അത് മനസ്സിന്റെ തോന്നലുകളാണ്, എന്തുവാകാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ കുട്ടിയെ രക്ഷപ്പെടുത്താന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർ വേറൊരു ഗുരുവിനെ കാണാം അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. കാര്യം അവർക്ക് തന്നെ ഈ ഒരു കാര്യം ഹോർമോൺ വ്യതിയാനങ്ങൾ വരാം, പലരുടെ ജീവിതങ്ങളിലും വരാം. അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ ചെറിയ പ്രായത്തിൽ കുട്ടികളെ അവരുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കി വളർത്തുക. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം ആ സിനിമയ്ക്കകത്ത് അച്ഛന് പോലും സംശയം വരുന്ന ഒരു കാലഘട്ടം വന്നു, മകൻ എന്താണ്, അല്ലേ? പലർക്കും ഇപ്പോ അതില് വന്ന എന്താണ് ശരിക്കും പറ്റുന്ന ഒരു തെറ്റിദ്ധാരണ ഘടകമായ ഒരു ഫോട്ടോയാണ്. ഇത് തന്നെ പറയുന്നുണ്ട്. ഒരാളുടെ ഒരു ഇന്റർവ്യൂ വായിച്ചതാണ് ഞാൻ, ആർട്ടിക്കിൾ വായിച്ചാണ്. വിദേശത്ത് പോയപ്പോൾ ഇദ്ദേഹം കൂട്ടുകാരനുമായിട്ട് തോളി കൈയിട്ടിട്ട് ആദ്യമായിട്ട് പോവുകയാണ്. ഇത് അമേരിക്കനിൽ എന്താണ്, തോളി കൈയിട്ടിട്ട് ഇവര് നടക്കുന്നു, ഇത് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു ഒക്കെ. പക്ഷെ അവിടെ ഇങ്ങനെ ചെയ്യുമ്പോ അവര് ഗേയാ. നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോ നമ്മളൊരു പെൺകുട്ടിയെ, ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അവളുമായിട്ട് കുറച്ചധികം സ്നേഹത്തോടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ ലെസ്ബിയൻസ് ആണോ അല്ല ചിന്തിക്കുന്നവരും ചിന്തിക്കുന്നവർ. അപ്പൊ ഈ ലെസ്ബിയൻ ആണോ എന്നുള്ള ചിന്ത വരുന്നവർക്കാണ് പ്രശ്നം. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ലെസ്ബിയൻ ആണെങ്കിൽ ലെസ്ബിയൻ ആകട്ടെ. പക്ഷെ ഇത് ചിന്തിക്കുന്നവരുടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ ചിന്തിക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്. പക്ഷെ ഇതുണ്ട് ജാതകത്തിൽ. സത്യസന്ധമായിട്ട് പറഞ്ഞ ഞാൻ അങ്ങനത്തെ ജാതകങ്ങൾ ഈ ആദ്യത്തെ 2 വ്യക്തികളുടെ ജാതകം കണ്ടിട്ടുണ്ട്. അവർക്ക് വിവാഹ യോഗം ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെയും ഹോറോസ്കോപ്പ് വാങ്ങിച്ചിരുന്നു. ആ കുട്ടിയുടെയും വ്യക്തിത്വം അത് തന്നെയാണ്. അല്ലെങ്കിൽ വേറൊരു ഇതായിട്ട് അറിയണം, വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പുരുഷനോ ആ വ്യക്തിത്വം മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ജാതകത്തിൽ കാണിക്കണം. മനസ്സിലായ? അങ്ങനെയുള്ള ചില കേസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഇപ്പൊ ഭീഷ്മാചാര്യര് പോലും ഞാൻ യുദ്ധം ചെയ്യാലെന്ന് പറഞ്ഞ് ശിഖണ്ഡിയുടെ അടുത്താണ്. മനസ്സിലായി? അപ്പൊ ശിഖണ്ഡി എന്ന് പറയുന്നതിന് നമ്മൾ പുതുതായിട്ട് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവര് സ്പിരിച്വലി ഹൈ ലെവലിലുള്ള ആൾക്കാരാണ്. പക്ഷെ കേരളത്തിലും
ചിലയിടത്തുമൊക്കെ അവരെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അതെനിക്ക് വളരെയധികം കാര്യം എന്താണെന്ന്, അവരോട് അങ്ങനെ ഒരു രീതി പെരുമാറിയാൽ യൂണിവേഴ്സ് നമ്മളോട് ക്ഷമിക്കുകയില്ല. ഇപ്പോൾ അഹാഡയിൽ ആനന്ദവനം സ്വാമി വന്നപ്പോഴേ പറ്റ പറഞ്ഞു, ഒരു അഹാഡയുടെ മഹാമണ്ഡലേശ്വര് ഒരു ട്രാൻസ്ജെൻഡറാണ് അല്ലേ. അതിൽ പോയിട്ട് ആരോ ഈ ഇടയ്ക്ക് ആരോ പോയിട്ട് സിനിമാടിയുടെ ആരോ പോയിട്ട് അവിടെ ദീക്ഷ എടുത്തിട്ടുണ്ട്. അതുമല്ല, നമ്മൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുന്നുണ്ട്. അവരെ കണി കണ്ടാൽ നല്ലതാണ്, ഇതാണ് കാര്യം. അവര് പുരുഷ ശരീരവും സ്ത്രീയുടെ സ്ത്രീത്വമാണ് അവരുള്ളത്. അർദ്ധനാരീശ്വര സങ്കല്പം എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ദൈവത്തിന്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. അപ്പൊ അവരെ ഒരിക്കലും സമൂഹം അങ്ങനത്തെ കാഴ്ചപ്പാടിൽ ആരെങ്കിലും കണ്ട അവരൊരു ലൈംഗിക ഉപകരണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് വെച്ചിട്ട് അവർ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ടാകും, സാഹചര്യങ്ങൾ വെച്ചിട്ട് അല്ലേ. പക്ഷേ അങ്ങനെ ഒരു സമൂഹമല്ല, സമൂഹത്തിന് കുറ്റം പറയേണ്ട ഓരോ വ്യക്തികൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ അടുത്ത ജന്മമോ ഇതോ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കാർമിക് ബ്ലോക്ക് വരും. കാര്യം അവരെ ബഹുമാന പുരസ്സരം നോക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ ശരിക്ക് ഒരു ഉദ്യോഗതലത്തിൽ അല്ലെങ്കിൽ പോലീസിലൊക്കെ അവരെ എടുക്കേണ്ടതാണ്. കാര്യം അവർക്കൊരു സ്ത്രീയുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലേ. ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് അവർക്കൊരു സ്ത്രീയുടെ പ്രശ്നങ്ങളും. കാര്യം അവര് പുരുഷ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സ്ത്രീത്വം എന്താണെന്ന് അറിയുന്ന ആൾക്കാരാണ്. അവരുടെ മനസ്സ് സ്ത്രീയാണ്, ശരീരം പുരുഷന്റെയാണ്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അവർക്കെല്ലാം ഒരു പോലീസിലെ ഇതൊക്കെ ഒരു റിസർവേഷൻ കൊടുത്തിട്ട് ഈ സമൂഹം മാറ്റി നിർത്തുന്നവരെ റിസർവേഷൻ കൊടുക്കേണ്ടതാണ്. വേണമെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഫോഴ്സിൽ പോലും എടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മാചാര്യര് പോലും അവരുടെ അടുത്ത് ഹിചകണ്ഠിയുടെ അടുത്ത് യുദ്ധം ചെയ്യാലെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം അവരുടെ അടുത്ത് തോക്കുന്നു. അവരിൽ ഈശ്വരനുണ്ടെന്നാ പറയുന്നത്. മനസ്സിലായി? അവർക്ക് അവരുടെ പുരുഷന്റെ പവറും അല്ല സ്ത്രീയുടെ പവറും, ഇത് രണ്ടും കൂടി. അപ്പൊ ഈശ്വരനാണ് ശിവൻ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നുണ്ടല്ലേ. ഉള്ളതിലെ ഏറ്റവും വലിയ പരമേശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ്. ശിവന്റെ എനർജിയെ തടയാൻ ഒരു ദേവതകളും ഇല്ല. മനസ്സിലായി? അപ്പൊ ആ ശിവന്റെ എനർജിയിൽ അവർ വർക്ക് ചെയ്ത് തോക്കുമെന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ടാണ് അവരുടെ അടുത്ത് ഞാൻ യുദ്ധം ചെയ്യാലെന്ന് പറഞ്ഞ് ഭീഷ്മാചാര്യർ മാറി നിന്നെന്നാണ് എൻ്റെ ഗുരു പറയുന്നത്. അപ്പോൾ ഇതിലും ഈ പറയാം, ഇങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ഈ ട്രാൻസ്ജെൻഡർ എന്ന് നമ്മൾ വിളിക്കുന്നവർ, പക്ഷെ അവർ അർദ്ധനാരീശ്വരം, അവരൊരു സ്പെഷ്യൽ ഇതായിട്ട് ദൈവം ചില നിയോഗങ്ങൾ കൊടുത്ത് വന്നിരിക്കുകയാണ്. ആ നിയോഗങ്ങൾ അവരോട് എങ്ങനെ ആൾക്കാർ ഇത് ചെയ്യുന്നെന്ന് വെച്ചാൽ നിങ്ങൾ കാർമിക് ബ്ലോക്ക് വാങ്ങിച്ചു വെക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവരെ കണ്ട് അവരൊരു 10 രൂപ ചോദിച്ചാൽ കൊടുക്കുക, അവർ ആ 10 രൂപ കൊടുത്തിട്ട് തൊഴുക. ഇപ്പൊ ട്രെയിനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പയാശ കൊടുത്തിട്ട് നമ്മൾ തൊഴും. കാര്യം അവർ നമ്മുടെ അടുത്ത് വന്ന് 10 രൂപ വാങ്ങിച്ചാൽ നമ്മുടെ ഒരു കാർമിക് ബ്ലോക്ക് മാറുകയാണ്. അത് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നോ നമ്മുടെ ജീവിതം മാറിയിരിക്കും. ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.